വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. നമ്മൾ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ അയണിക് പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ? ഓക്കെ, റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. എന്താണ് അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ആൻഡ് ഹൈഡ്രോക്സൈഡ് അയോൺസ് ഇൻ വാട്ടർ. അപ്പോൾ വാട്ടറിനകത്ത് എന്തുണ്ടാവും? ഹൈഡ്രജൻ അയോൺസ് ഉണ്ടായിരിക്കും, ഹൈഡ്രോക്സൈഡ് അയോൺസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ വാട്ടർ ഇപ്പം 2 മോൾസ് വാട്ടർ എടുത്താൽ വാട്ടറിന് സെൽഫായിട്ട് വാട്ടറിന് അയണൈസേഷൻ നടന്നിട്ട് വാട്ടർ എന്തായിട്ട് മാറും? H3O+ ഹൈഡ്രോണിയം അയോണും OH- ആയിട്ട് മാറും. നമ്മൾ ഒരു വാട്ടറാണ് എടുക്കണത്, ഒറ്റ വാട്ടർ മോളിക്യൂളാണെങ്കിൽ അത് H+ ഉണ്ട് OH- ഉണ്ട്. അതുപോലെ H3O+ ഉണ്ട് OH- ആയിട്ട് മാറും അല്ലേ. അപ്പോൾ KW എന്നാണ് നമ്മളെ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുക. അത് എന്താണ്? ഇറ്റ് ഈസ് ദ product of concentration of hydrogen ion H3O+. ഇത് ഹൈഡ്രോണിയം അയോൺ ആണ്, H3O+ ആൻഡ് OH-. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ ആൻഡ് OH- ഹൈഡ്രോക്സൈഡ് അയോൺ ഇൻ ദി വാട്ടർ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രോണിയം അയോണിന് പകരം ഹൈഡ്രജൻ അയോൺ എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹൈഡ്രോണിയം അയോൺ ആൻഡ് ഹൈഡ്രോക്സൈഡ് അയോൺ ഇൻ ദി വാട്ടർ. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുക? KW ആണ് നമ്മളെ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക, KW. ഓക്കെ, അപ്പോൾ ഈ KW എന്ന് പറയുന്നത് H3O+ ഇൻറ്റു കോൺസെൻട്രേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നത്. അപ്പോൾ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ഇൻറ്റു OH- ഹൈഡ്രോക്സൈഡ് അയോൺ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇതാണ് എന്ത്? അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കിയില്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. How are xenon oxofluorides obtained? Write the chemical equation involved. Okay, സിനോൺ എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസ് ആണ് അല്ലേ. നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഇനേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്, അധികം റിയാക്ഷൻസ് ഒന്നും കാണിക്കാത്ത ആൾക്കാരാണ് അല്ലേ. ഈ നോബിൾ ഗ്യാസസ് കുറച്ച് കോമ്പൗണ്ട്സേ ഫോം ചെയ്യുള്ളൂ. ഓക്കെ, വളരെ കുറച്ച് കോമ്പൗണ്ട്സേ ഫോം ചെയ്യുള്ളൂ. നമ്മളെ കാർബണൊക്കെ ഇഷ്ടംപോലെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ടാണ് നമ്മുടെ സിനോൺ ഓക്സോഫ്ലൂറൈഡ്. ഇപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? സിനോൺ ഉണ്ടായിരിക്കും. ഓക്സോ എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറൈഡ്സ് ഫ്ലൂറിൻ ഉണ്ട്. അപ്പോൾ സിനോണും ഓക്സിജനും ഫ്ലൂറിനും കൂടി ചേർന്നിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ സിനോൺ ഓക്സോഫ്ലൂറൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിനോൺ ഓക്സോഫ്ലൂറൈഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കെമിക്കൽ ഇക്വേഷനും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിനോൺ ഓക്സോഫ്ലൂറൈഡ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. XeF6 on partial hydrolysis gives xenon oxofluorides. നമ്മുടെ സിനോൺ ഫ്ലൂറൈഡ് ആണ് XeF6 എന്ന് പറയുന്നത്. ഈ XeF6നെ നമ്മൾ പാർഷ്യൽ ഹൈഡ്രോളിസിസ് നടത്തിയാൽ, ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ വെള്ളം ആഡ് ചെയ്യുക അല്ലേ, പാർഷ്യൽ ഹൈഡ്രോളിസിസ് നടത്തിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? സിനോൺ ഓക്സോഫ്ലൂറൈഡ്സ്, സിനോണും ഓക്സിജനും ഫ്ലൂറിനും ഉള്ള കോമ്പൗണ്ട്സ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ നോക്കൂ. ഇവിടെ XeF6ലോട്ട് നമ്മൾ 1 മോള് വാട്ടറേ ആഡ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നമുക്ക് XeO4 ആണ് കിട്ടുക. ഓക്കെ, 1 ഓക്സിജൻ അല്ലേ, 1 ഓക്സിജനുള്ള കോമ്പൗണ്ട് XeO4. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ 2 മോൾസ് ഓഫ് വാട്ടർ എടുത്തെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? XeO2F2. 2 ഓക്സിജൻ വരും അല്ലേ. ഇവിടെ 2 മോൾ വാട്ടർ എടുക്കുമ്പോൾ 2 ഓക്സിജൻ വരും, XeO2F2 എന്നുള്ള കോമ്പൗണ്ട് കിട്ടും. ഓക്കെ അല്ലേ. ഇപ്പോൾ സിനോൺ ഓക്സോഫ്ലൂറൈഡ്സ് ഉണ്ടാക്കുന്നത് XeF6ൽ നിന്നാണ്. XeF6നെ നമ്മൾ പാർഷ്യൽ ഹൈഡ്രോളിസിസ് നടത്തിയിട്ടാണ് നമുക്ക് സിനോൺ ഓക്സോഫ്ലൂറൈഡ്സ് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How is potassium dichromate is obtained from sodium chromate? Write the chemical equation involved. Okay, അപ്പോൾ നമ്മുടെ
സോഡിയം ക്രോമേറ്റിൽ നിന്ന് എങ്ങനെയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഫോം ചെയ്യുന്നുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അതിനു മുന്നേ എങ്ങനെയാണ് നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അത് ആദ്യം നമ്മൾ ക്രോമേറ്റ് ഓറിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അയൺ ക്രോമേറ്റ് എടുത്തിട്ട് ഈ അയൺ ക്രോമേറ്റിനെ സോഡിയം കാർബണേറ്റ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ സോഡിയം ക്രോമേറ്റ് കിട്ടുന്നത്. ഓക്കെ, ഈ സോഡിയം ക്രോമേറ്റിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആവുന്നത് എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളോട് ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അയൺ ക്രോമേറ്റിനെ Na2CO3 വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം ക്രോമേറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഈ സോഡിയം ക്രോമേറ്റിനെ പിന്നെ എന്ത് ചെയ്യും? ആഫ്റ്റർ കോൺസെൻട്രേറ്റിംഗ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് സോഡിയം ക്രോമേറ്റ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ആഡഡ്. ഓക്കെ, അതായത് ഈ സോഡിയം ക്രോമേറ്റിലോട്ട് അതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സോഡിയം ക്രോമേറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. ഓക്കെ, H2SO4 സോഡിയം ക്രോമേറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? Na2Cr2O7 സോഡിയം ഡൈക്രോമേറ്റ് ആണ് കിട്ടുക. ഓക്കെ, Na2Cr2O7 നമുക്ക് കിട്ടേണ്ട കോമ്പൗണ്ട് ഏതാ? K2Cr2O7 ആണ്. നമുക്ക് കിട്ടിയത് എന്താണ്? Na2Cr2O7. ഒറ്റ മാറ്റേ ഉള്ളൂ, ഇവിടെ സോഡിയമാണ്, ഇവിടെ പൊട്ടാസ്യമാണ്. അപ്പോൾ സോഡിയത്തിന് മാറ്റി അവിടെ ആര് വരണം? പൊട്ടാസ്യം വരണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? പൊട്ടാസ്യം വരാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം അല്ലേ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് KCl വെച്ചിട്ടാണ്, പൊട്ടാസ്യം ക്ലോറൈഡ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ Na2Cr2O7 പൊട്ടാസ്യം ക്ലോറൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? K2Cr2O7 NaCl. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ സോഡിയം ക്രോമേറ്റിൽ നിന്ന് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സോഡിയം ഡൈക്രോമേറ്റിനെ നമ്മൾ ആരുമായിട്ട് ട്രീറ്റ് ചെയ്തു? കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ സോഡിയം എന്തായിട്ട് മാറി? സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറി. ദെൻ ഈ സോഡിയം ഡൈക്രോമേറ്റിലെ സോഡിയത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ KCl വെച്ചിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ ആ സോഡിയത്തിന് പകരം അവിടെ പൊട്ടാസ്യം വന്നു. അങ്ങനെ നമുക്ക് K2Cr2O7 എന്നുള്ള കോമ്പൗണ്ട്, അതായത് നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. States of rule. Give a suitable example. ഓക്കെ, അപ്പം എന്താണ് states of rule പറയുന്നത് നോക്കാം. It states that when an alkyl halide react with the alcoholic solution of potassium hydroxide and if the two alkenes are possible, then the one which more substituted alkene will be the മേജർ പ്രോഡക്റ്റ്. അപ്പം നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് റൂളിൽ പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡിനെ, നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താ? ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOH വെച്ചിട്ട്, ആൽക്കഹോളിക് ആയിട്ടുള്ള പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കീൻസ് ആണ് പ്രൊഡക്റ്റ് കിട്ടുക. അത് എലിമിനേഷൻ റിയാക്ഷൻ ആണ് അല്ലേ? അപ്പോൾ ഈ എലിമിനേഷൻ റിയാക്ഷൻ നടന്നാൽ നമുക്ക് ആൽക്കീൻസ്, ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് കിട്ടുക. അപ്പോൾ ഈ ആൽക്കീൻസ് എന്താവാം? രണ്ടോ അതിലധികം ഒരു രീതി വരാം, രണ്ട് ആൽക്കീൻസ് വരാം. അതായത് എന്താണ്? അതിലൊന്ന് മേജർ ആയിരിക്കും, ഒന്ന് മൈനറും ആയിരിക്കും. അപ്പോൾ അതിന് തീരുമാനിക്കുന്നത് ഈ സ്റ്റേറ്റ്സ് ഓഫ് റൂൾ പ്രകാരമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കൂ, 2-chlorobutane അല്ലേ? 2-chlorobutane അല്ലേ ഇത്? അപ്പോൾ അവിടെ നമ്മൾ ആൽക്കഹോളിക് KOH വെച്ചിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ഈ കോമ്പൗണ്ടിനെ ട്രീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ആൽക്കഹോളിക് KOHന് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എലിമിനേഷൻ റിയാക്ഷൻ ആണ് നടക്കുക. എലിമിനേഷൻ പറഞ്ഞാൽ റിമൂവ് ആവുക. അപ്പോൾ ഈ ക്ലോറിൻ ആറ്റം പോകും. അതുപോലെ തൊട്ടടുത്ത കാർബൺ ആറ്റം പറഞ്ഞാൽ എന്താണ്? ഈ കാർബണിൻ്റെ തൊട്ടടുത്ത കാർബൺ പറഞ്ഞാൽ ഈ കാർബൺ ആവാം, അല്ലെങ്കിൽ എന്താവാം? ഈ കാർബൺ ആകാം അല്ലേ? ഈ രണ്ട് കാർബണ് ഏതും ആവാം അല്ലേ? തൊട്ടടുത്ത കാർബണിന് ഒരു ഹൈഡ്രജനും പോകും, ഇവിടുന്ന് ഒരു ക്ലോറിനും പോകും. അങ്ങനെ HCl മോളിക്യൂള് എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ കാർബണിൽ നിന്നാണ് ഹൈഡ്രജൻ പോകുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ CH2 ഉണ്ട് അല്ലേ? ഇവിടുത്തെ ഒരു H. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് നിൽക്കുന്നത് എങ്ങനെയാണ്? CH3 C
CH2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഹൈഡ്രജൻ അല്ലേ? 2 ഹൈഡ്രജൻ ഉണ്ട്. ദെൻ CCl, ഇവിടെ ഒരു H ഉണ്ട്, CH, ദെൻ ഇവിടെ CH3 അല്ലേ? അപ്പോൾ ഇവിടെ ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ 2 സൈഡിലും എന്തുണ്ട്? വേറെ വേറെ കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ക്ലോറിൻ പോകുമ്പോൾ തൊട്ടടുത്ത കാർബണിലെ ഹൈഡ്രജനും കൂടി കൊണ്ടാണ് പോകുക. അപ്പോൾ ചിലപ്പോൾ തൊട്ടടുത്ത കാർബൺ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കാർബൺസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഈ ഒരു രണ്ടാമത്തെ കാർബണില്ലേ, ഈ കാർബൺ 1, 2, രണ്ടാമത്തെ കാർബണിനാണ് ഹൈഡ്രജൻ പോകുന്നതെങ്കിൽ അവിടെ ഈ Hഉം Clഉം കൂടി പോയിട്ട് HCl ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോയാൽ എന്ത് ചെയ്യും? ബാക്കി ഇവിടെ CH3, പിന്നെ ഈ കാർബണിൽ CH, പിന്നെ ഈ കാർബണിൽ ആരുമില്ല, ഇവിടെ ഒരു CH ഉള്ളൂ. പിന്നെ ഇവിടെ എന്താണുള്ളത്? അവിടെ CH3 അല്ലേ? ഇവിടെ CH3 ആണുള്ളത്. അപ്പോൾ ഇവിടെ എന്തല്ല, നമ്മുടെ വാലൻസി, കാർബണിൻ്റെ വാലൻസി കറക്റ്റ് അല്ല. ഇവിടുന്ന് ഒരു ഹൈഡ്രജനും പോയിക്കണം, ഇവിടുന്ന് ഒരു ക്ലോറിനും പോയിക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് But2ene എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് കേസിൽ ഹൈഡ്രജൻ പോകുന്നത് എവിടുന്നാണ്? ഈ കാർബണിൽ നിന്നാണ് പോകുന്നത് വിചാരിക്കുക, ഈ കാർബണിൽ നിന്ന്. ഓക്കെ, ഈ തൊട്ടടുത്ത കാർബണിൽ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് ക്ലോറിനും പോകും, ഇവിടുന്ന് ഒരു ഹൈഡ്രജനും പോയാൽ ബാക്കി ഇവിടെ എന്താ ഉണ്ടാകുക? CH3, CH2, ഇവിടെ CL പോയില്ലേ? ദെൻ ഇവിടെ CH3 ആരുണ്ടാവുള്ളൂ? CH2 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ വാലൻസി കറക്റ്റാണ്. ഇവിടെ 1, 2, 3 ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഒരു ഡബിൾ ബോണ്ട് ഇവിടെ ഫോം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എവിടുന്നാണോ ആറ്റംസ് പോയത് അവിടെ ആ 2 കാർബൺ ആറ്റംസിനിടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ആ ഒരു പ്രൊഡക്റ്റാണ് ഇത് But1ene. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് മേജർ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അത് നമ്മൾ 2 പ്രോഡക്റ്റ് കിട്ടി, ഇതിലേതാണ് കൂടുതൽ കിട്ടുക, മേജറായിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയ്റ്റ്സഫ് റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ലേ, ഇനി സെയ്റ്റ്സഫ് റൂൾ നോക്കാം. It states that when an alkyl halide reacts with the alcoholic solution of potassium hydroxide and if 2 alkenes are possible, ഇപ്പോൾ ഇവിടെ 2 alkenes possible ആണ് അല്ലേ? Then the one which is more substituted will be the major product. അതായത് more substituted ആയിട്ടുള്ള ആൽക്കീൻ ആയിരിക്കും നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ആൽക്കീൻ അല്ലേ? ഈ ആൽക്കീനിൽ ഇപ്പോൾ ഫസ്റ്റത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർബൺ അല്ലേ, CH ഡബിൾ ബോണ്ട് CH അല്ലേ? ഇവിടെ ഒരു CH3 ഗ്രൂപ്പും ഉണ്ട്, ഡബിൾ ബോണ്ടിൻ്റെ ഈ സൈഡിൽ ഇപ്പുറത്ത് ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, 2 CH3 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കൂ. അടുത്ത കോമ്പൗണ്ടിൽ CH3, CH2, CH ഡബിൾ ബോണ്ട് CH2 അല്ലേ? അപ്പം ഇതിൽ ഇവിടെ നോക്കൂ, ഈ ഡബിൾ ബോണ്ടിൻ്റെ ഈ സൈഡിൽ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ അല്ലേ? ഇങ്ങോട്ട് എന്തുണ്ട്? ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒറ്റ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ അല്ലേ? ഒറ്റ എന്താണ്? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീനാണ് മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ആൽക്കീനിൽ ഈ കാർബണിൽ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, എന്നാൽ ഇങ്ങോട്ട് ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ, സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നും ഇല്ല അല്ലേ? ഇത് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണോ? അല്ല, ഇത് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ 2 സൈഡിലും എന്ത് വരുന്നുണ്ട്? ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് മേജർ പ്രോഡക്റ്റ്? നമ്മുടെ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആയിരിക്കും നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മേജർ പ്രോഡക്റ്റ് ഏതാ ഇതിൽ? മേജർ പ്രോഡക്റ്റ് But2ene ആണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ്. ഇത് എന്താണ്? മൈനർ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.